ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഗീതു പ്രകാശ്. പ്രധാന വാർത്തകൾ. മാതൃരാജ്യത്തിനായി പരമോന്നത ത്യാഗം അനുഷ്ഠിച്ച മഹാത്മാക്കളോട് രാജ്യം എന്നും കടപ്പെട്ടിരിക്കുമെന്ന് ജാലിയൻ വാലാബാഗ് ദിന സന്ദേശത്തിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു. സംസ്ഥാനത്ത് വോട്ടെടുപ്പിന് 12 ദിവസം ബാക്കി നിൽക്കെ ദേശീയ നേതാക്കളെ പങ്കെടുപ്പിച്ച് തിരഞ്ഞെടുപ്പ് പ്രചാരണം കൊഴുപ്പിക്കാൻ മുന്നണികൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയും മറ്റന്നാൾ കേരളത്തിൽ. CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി അടുത്തയാഴ്ചയെത്തും. വസന്തകാലത്തിന്റെ ആരംഭം കുറിച്ച് നാളെ വിഷു. പ്രകൃതിയോടുള്ള കടപ്പാടും ഒരുമയും ദൃഢപ്പെടുത്താനുള്ള അവസരമാകട്ടെയെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. സംസ്ഥാനത്ത് എല്ലാ ജില്ലകളിലും ഇന്ന് ഇടിമിന്നലോടുകൂടിയ വേനൽ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ്. IPL ക്രിക്കറ്റിൽ ഇന്ന് രാജസ്ഥാൻ പഞ്ചാബിനെ നേരിടും. വാർത്തകൾ വിശദമായി. മാതൃരാജ്യത്തിനു വേണ്ടി പരമോന്നത ത്യാഗമനുഷ്ഠിച്ച സ്വാതന്ത്ര്യ സമര സേനാനികൾക്ക് ജാലിയൻ വാലാബാഗ് ദിനത്തിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു ആദരാഞ്ജലി അർപ്പിച്ചു. ജീവൻ ബലിയർപ്പിച്ച മഹാത്മാക്കളോട് രാജ്യം എന്നും കടപ്പെട്ടിരിക്കുമെന്ന് രാഷ്ട്രപതി പറഞ്ഞു. ജാലിയൻ വാലാബാഗിലെ ധീര രക്തസാക്ഷികൾക്ക് ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകറും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആദരാഞ്ജലി അർപ്പിച്ചു. 1919 ഏപ്രിൽ 13 ബൈശാഖി ദിനത്തിൽ അമൃത്സറിലെ ജാലിയൻ വാലാബാഗിൽ നിരായുധരായ സ്വാതന്ത്ര്യ സമര സേനാനികൾക്ക് നേരെ ജനറൽ ഡയറിന്റെ നേതൃത്വത്തിലുള്ള ബ്രിട്ടീഷ് സൈന്യം വെടിയുതിർക്കുകയായിരുന്നു. സംസ്ഥാനത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണം ഊർജിതമാക്കി മുന്നണികൾ. വോട്ടെടുപ്പിന് 12 ദിവസം ബാക്കി നിൽക്കെ ദേശീയ നേതാക്കളെ ഉൾപ്പെടെ പങ്കെടുപ്പിച്ച് പ്രചാരണം കൊഴുപ്പിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് രാഷ്ട്രീയ കക്ഷികൾ. വിശദാംശങ്ങളിലേക്ക്. NDAയുടെ പ്രചാരണ യോഗങ്ങളിൽ പങ്കെടുക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മറ്റന്നാൾ കേരളത്തിലെത്തും. തിരുവനന്തപുരത്ത് കാട്ടാക്കടയിലും തൃശൂരിൽ കുന്നംകുളത്തും പൊതുസമ്മേളനങ്ങളിൽ പ്രധാനമന്ത്രി പ്രസംഗിക്കും. കേന്ദ്രമന്ത്രിമാരും പ്രമുഖ നേതാക്കളും വരും ദിവസങ്ങളിൽ കേരളത്തിലെത്തും. വയനാട് മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി കൂടിയായ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ പ്രചാരണത്തിനെത്തും. മണ്ഡലത്തിലെ വിവിധ കേന്ദ്രങ്ങളിൽ അദ്ദേഹം വോട്ടഭ്യർത്ഥിക്കും. പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഇന്ന് എറണാകുളം ജില്ലയിൽ UDFന്റെ പ്രവർത്തനത്തിന് നേതൃത്വം നൽകും. LDFന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണം നയിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. ഇന്നലെ ചാലക്കുടി മണ്ഡലത്തിലെ പൊതുസമ്മേളനങ്ങളിൽ മുഖ്യമന്ത്രി പങ്കെടുത്തു. CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി ഉൾപ്പെടെയുള്ള ദേശീയ നേതാക്കൾ അടുത്തയാഴ്ച LDFന്റെ പ്രചാരണ യോഗങ്ങൾ പങ്കെടുക്കാൻ കേരളത്തിലെത്തും. ന്യൂസ് ഡെസ്ക് ആകാശവാണി. പ്രധാനമന്ത്രിയുടെ സുരക്ഷയൊരുക്കുന്ന SPG ഉദ്യോഗസ്ഥർ കഴിഞ്ഞ ദിവസം 2 സ്ഥലങ്ങളിലും പരിശോധന നടത്തി. പ്രധാനമന്ത്രി യാത്ര ചെയ്യുന്ന റോഡിന് ഇരുവശമുള്ള വ്യാപാര സ്ഥാപനങ്ങളിലും ഉയരമുള്ള കെട്ടിടങ്ങളിലും വെള്ളിയാഴ്ച പോലീസ് പരിശോധന നടന്നു. ത്രികോണ മത്സരത്തിന് വേദിയൊരുങ്ങുന്ന തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികൾ പുരോഗമിക്കുന്നു. വിശദാംശങ്ങളുമായി ആകാശവാണി തൃശൂർ ജില്ലാ പ്രതിനിധി ഭരിത പ്രതാപ്. തൃശൂർ ലോക്സഭാ മണ്ഡലം UDF സ്ഥാനാർത്ഥി K മുരളീധരൻ ഇന്ന് താന്യം മണ്ഡലത്തിലാണ് രാവിലെ 8 മണിയോടെ പര്യടനത്തിനായി എത്തിച്ചേർന്നത്. ഇപ്പോൾ അന്തിക്കാട് മണ്ഡലത്തിലാണ് വോട്ട് പര്യടനം തുടരുന്നത്. ഉച്ചയോടെ തളിക്കുളം, വലപ്പാട്, നാട്ടിക മണ്ഡലങ്ങളിലും അദ്ദേഹം ജനങ്ങളിലേക്ക് എത്തിച്ചേർന്ന് വോട്ട് അഭ്യർത്ഥന നടത്തും. NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയുടെ ഇന്നത്തെ പര്യടനം ജനങ്ങളിലേക്ക് നേരിട്ട് ഇറങ്ങിച്ചെന്നുകൊണ്ട് കുടുംബയോഗങ്ങളിലാണ് അദ്ദേഹം പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. രാവിലെ ഇരിങ്ങാലക്കുട, കാറളം ഭാഗത്തും ഉച്ചതിരിഞ്ഞ് പൂമംഗലം, പട്ടേപ്പാടം, ആനത്തടം, വെള്ളാഞ്ചിറ എന്നിവിടങ്ങളിലും അദ്ദേഹം കുടുംബയോഗങ്ങളിൽ പങ്കെടുക്കും. LDF സ്ഥാനാർത്ഥിയായ VS സുനിൽകുമാർ ഇന്ന് രാവിലെ തൃശൂർ പൂരം കൊടിയേറ്റ് ചടങ്ങിന്റെ ഭാഗമായി തിരുവമ്പാടി, പാറമേക്കാവ് ദേവസ്വങ്ങളുടെയും മറ്റ് ഘടകക്ഷേത്രങ്ങളുടെയും കൊടിയേറ്റ് ചടങ്ങിൽ സംബന്ധിക്കും. തുടർന്ന് മണ്ഡലങ്ങളിൽ വിവിധ വ്യക്തികളെയും സ്ഥാപനങ്ങളെയും നേരിട്ട് സന്ദർശിക്കുകയും ചെയ്യും. വിശ്വപ്രസിദ്ധമായ തൃശൂർ പൂരം ഇന്ന് കൊടിയേറുന്നതോടെ വോട്ട് അഭ്യർത്ഥനയോടൊപ്പം തന്നെ പൂരാവേശത്തിലേക്ക് നീങ്ങുകയാണ് ശക്തന്റെ തട്ടകം. വോട്ട് തട്ടകം ആർക്കൊപ്പം കുടപിടിക്കുമെന്നറിയാൻ അവസാന നിമിഷം വരെ കാത്തിരിക്കേണ്ടിവരും. ആഭ്യന്തരമന്ത്രി അമിത്ഷാ കന്യാകുമാരി ലോക്സഭാ മണ്ഡലം BJP സ്ഥാനാർത്ഥി പൊൻ രാധാകൃഷ്ണന്റെ പ്രചരണാർത്ഥം ഇപ്പോൾ റോഡ് ഷോയിൽ പങ്കെടുക്കുകയാണ്. വൈകിട്ട് ഡൽഹിയിലെത്തുന്ന അദ്ദേഹം നോയിഡയിൽ തെരഞ്ഞെടുപ്പ് റാലിയെ അഭിസംബോധന ചെയ്യും. പാർട്ടിയുടെ ഗൌതം ബുദ്ധ നഗർ സ്ഥാനാർത്ഥി മഹേഷ് ശർമ്മയ്ക്ക് വേണ്ടി ശ്രീ ഷാ പ്രചാരണം നടത്തും. വസന്തകാലത്തിന്റെ ആരംഭം കുറിച്ച് നാളെ വിഷു. സമൃദ്ധിയും സൗഭാഗ്യവുമാണ് വരാനിരിക്കുന്ന ദിവസങ്ങളെന്ന് വിഷുക്കണി ഓർമ്മിപ്പിക്കുന്നു. മംഗളസൂചകമായ മഞ്ഞയിൽ വിരിയുന്ന കൊന്നപ്പൂക്കളാണ് വിഷുവിന് പ്രധാനം. കൊയ്ത്തു കഴിഞ്ഞ പാടങ്ങൾ മനം നിറയ്ക്കുന്ന കാലം കൂടിയാണിത്. ഉത്തരേന്ത്യയിൽ ബിഹു എന്ന പേരിലും ദക്ഷിണേന്ത്യയിൽ ഉഗാദി എന്ന പേരിലും വിഷുവിന് സമാനമായ ആഘോഷങ്ങളുണ്ട്. ലോകമെങ്ങുമുള്ള
നിന്നുള്ള കേരളീയർക്ക് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ വിഷു ആശംസ നേർന്നു. എല്ലാവർക്കും വർദ്ധിച്ച ഐശ്വര്യവും സംതൃപ്തിയും പ്രദാനം ചെയ്യുന്ന ഒരു കാലത്തിന്റെ ശുഭാരംഭമാകട്ടെ വിഷു എന്ന് അദ്ദേഹം പറഞ്ഞു. നിലനിൽപ്പിനായി വിഭവങ്ങൾ നൽകി അനുഗ്രഹിക്കുന്ന പ്രകൃതിയോടുള്ള കടപ്പാടും സാമൂഹിക ഒരുമയും ദൃഢപ്പെടുത്താനുള്ള അവസരമാകട്ടെ ഇതെന്നും ഗവർണർ ആശംസിച്ചു. ശബരിമലയിൽ വിഷുക്കണി ദർശനത്തിനുള്ള ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിൽ. നാളെ പുലർച്ചെ 4 മുതൽ 7 വരെ വിഷുക്കണി ദർശനം നടക്കും. വിശദാംശങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ. ശബരിമല സന്നിധാനത്ത് വിഷുക്കണി ദർശനത്തിനായുള്ള ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിലാണ്. ഇന്നു രാത്രി 9:30 അത്താഴ പൂജയ്ക്ക് ശേഷം ശ്രീകോവിലിൽ വിഷുക്കണി ഒരുക്കും. വിഷുദിനമായ നാളെ പുലർച്ചെ 4 നട തുറന്ന ശേഷം ശ്രീകോവിലിലെ ദീപങ്ങൾ തെളിച്ച് ആദ്യം അയ്യപ്പനെ കണി കാണിക്കും. പിന്നീടാണ് ഭക്തർക്ക് കണി കാണാൻ അവസരം നൽകുക. തന്ത്രിയും മേൽശാന്തിയും ഭക്തർക്ക് വിഷുക്കൈനീട്ടം നൽകും. രാവിലെ 7 വരെയാണ് വിഷുക്കണി ദർശനമുള്ളത്. ശേഷം അഭിഷേകവും ഉഷപൂജയും നെയ്യഭിഷേകവും നടക്കും. ഇന്നലെ മുതൽ നല്ല തിരക്കാണ് സന്നിധാനത്ത് അനുഭവപ്പെടുന്നത്. ഈ മാസം 18 രാത്രി 10 മേട വിഷുപൂജകൾ പൂർത്തിയാക്കി നടയടയ്ക്കും. പൂക്കോട് വെറ്റിനറി കോളേജ് വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട് ശാസ്ത്രീയ പരിശോധനയ്ക്കായി CBI ഫോറൻസിക് സംഘം വയനാട്ടിൽ. SP സുന്ദർവേലിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് പൂക്കോട് വെറ്റിനറി കോളേജിലെത്തിയത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. തൃശൂർ പൂരത്തിന് കൊടിയേറി. 8 ഘടകക്ഷേത്രങ്ങളിലും പ്രധാന ക്ഷേത്രങ്ങളായ തിരുവമ്പാടിയിലും പാറമേക്കാവിലും രാവിലെ 11നും 12നും ഇടയിലായിരുന്നു കൊടിയേറ്റ്. ലാലൂർ കാർത്തിയായനി ക്ഷേത്രത്തിലാണ് ആദ്യം കൊടിയേറിയത്. നെയ്തലക്കാവ് ക്ഷേത്രത്തിൽ വൈകിട്ട് 8 മണിയോടെയാണ് കൊടിയേറ്റ് നടക്കുക. ഏപ്രിൽ 19-നാണ് തൃശൂർ പൂരം. തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ട് മേളക്കാരും ജനങ്ങളും ആനകളിൽ നിന്നും 50 മീറ്റർ ദൂരം പാലിക്കണമെന്ന നിർദ്ദേശം വനം വകുപ്പ് പുറപ്പെടുവിച്ചതോടെ പ്രതിഷേധവുമായി ആന ഉടമകൾ. 15-ന് മുൻപ് ആനകളുടെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഹൈക്കോടതിയിൽ സമർപ്പിക്കണമെന്നും നിർദ്ദേശമുണ്ട്. സർക്കുലർ പിൻവലിക്കണമെന്ന് ആന ഉടമകൾ ആവശ്യപ്പെട്ടു. ആന ഉടമകളുടെയും സംഘാടകരുടെയും യോഗം ഇന്ന് ഉച്ചയ്ക്ക് തൃശൂരിൽ നടക്കും. പൂരവുമായി ബന്ധപ്പെട്ട പ്രതിസന്ധി വേഗത്തിൽ പരിഹരിക്കുമെന്ന് മന്ത്രി കെ രാജൻ. തിങ്കളാഴ്ച തന്നെ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഹൈക്കോടതിയെ ബോധ്യപ്പെടുത്താനാകുമെന്നും അദ്ദേഹം പറഞ്ഞു. സംസ്ഥാനത്ത് ഇന്നും കടുത്ത ചൂട് തുടരുമെന്ന് കാലാവസ്ഥാ മുന്നറിയിപ്പ്. ഇടുക്കിയും വയനാടും ഒഴികെയുള്ള ജില്ലകളിൽ താപനില 35 മുതൽ 40 ഡിഗ്രി സെൽഷ്യസ് വരെയായിരിക്കും. സംസ്ഥാനത്ത് എല്ലാ ജില്ലകളിലും ഇന്ന് വേനൽ മഴയ്ക്കും സാധ്യതയുണ്ട്. ഇടിമിന്നലും മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗതയിലുള്ള കാറ്റുമുണ്ടാകും. മഴ ചൊവ്വാഴ്ച വരെ തുടരും. IPL ക്രിക്കറ്റിൽ ഇന്ന് രാജസ്ഥാൻ റോയൽസ് പഞ്ചാബ് കിങ്സിനെ നേരിടും. രാത്രി 7:30 ചണ്ഡീഗഡിലാണ് മത്സരം. 5 കളികളിൽ നിന്നായി 8 പോയിന്റുകളോടെ രാജസ്ഥാൻ റോയൽസ് പോയിന്റ് പട്ടികയിൽ ഒന്നാമതാണ്. അന്തരിച്ച മുതിർന്ന മാധ്യമ പ്രവർത്തകൻ ബിമൽ റോയുടെ ഭൌതിക ശരീരം ഉച്ചകഴിഞ്ഞ് തിരുവനന്തപുരം ശാന്തി കവാടത്തിൽ സംസ്കരിക്കും. രാവിലെ ഏഷ്യാനെറ്റ് ന്യൂസ് ഓഫീസിലും പ്രസ് ക്ലബിലും പൊതുദർശനത്തിന് വെച്ച ശേഷം ഭൌതിക ശരീരം കനകനഗറിലെ വീട്ടിലെത്തിക്കും. കേരള ഹിന്ദി പ്രചാര സഭയുടെ സെക്രട്ടറിയായിരുന്ന MK വേലായുധൻ നായരുടെ 22ാം ചരമവാർഷികം നാളെ കേരള ഹിന്ദി പ്രചാര സഭയുടെ ഓഡിറ്റോറിയത്തിൽ നടക്കും. മുൻ കേന്ദ്രമന്ത്രി O രാജഗോപാൽ, ശ്രീ RM പരമേശ്വരൻ, ശ്രീ B മധു തുടങ്ങിയവർ പങ്കെടുക്കും. മലപ്പുറം തലപ്പാറ ദേശീയപാതയിൽ KSRTC ബസ് മറിഞ്ഞ് 20 യാത്രക്കാർക്ക് പരിക്കേറ്റു. ദേശീയപാതയിലെ നിർമ്മാണത്തിലിരിക്കുന്ന 10 അടിയിലേറെ താഴ്ചയുള്ള ഭാഗത്തേക്കാണ് ബസ് മറിഞ്ഞത്. ജലക്ഷാമം നേരിടുന്ന മലപ്പുറം ജില്ലയിൽ കുടിവെള്ള വിതരണത്തിന് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം തടസ്സമാകില്ലെന്ന് ജില്ലാ കളക്ടർ. തദ്ദേശ സ്ഥാപനങ്ങൾക്കും മറ്റും കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിനുള്ള നടപടികളുമായി മുന്നോട്ടു പോകാവുന്നതാണ്. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം പാലിച്ചു മാത്രമേ കുടിവെള്ളം വിതരണം ചെയ്യാൻ പാടുള്ളൂ. പ്രധാന വാർത്തകൾ വീണ്ടും. മാതൃരാജ്യത്തിനായി പരമോന്നത ത്യാഗം അനുഷ്ഠിച്ച മഹാത്മാക്കളോട് രാജ്യം എന്നും കടപ്പെട്ടിരിക്കുമെന്ന് ജാലിയൻ വാലാബാഗ് ദിന സന്ദേശത്തിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു. സംസ്ഥാനത്ത് വോട്ടെടുപ്പിന് 12 ദിവസം ബാക്കി നിൽക്കെ ദേശീയ നേതാക്കളെ പങ്കെടുപ്പിച്ച് തിരഞ്ഞെടുപ്പ് പ്രചാരണം കൊഴുപ്പിക്കാൻ മുന്നണികൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയും മറ്റന്നാൾ കേരളത്തിൽ. CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി അടുത്തയാഴ്ചയെത്തും. വസന്തകാലത്തിന്റെ ആരംഭം കുറിച്ച് നാളെ വിഷു. പ്രകൃതിയോടുള്ള കടപ്പാടും ഒരുമയും ദൃഢപ്പെടുത്താനുള്ള അവസരമാകട്ടെയെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. സംസ്ഥാനത്ത് എല്ലാ ജില്ലകളിലും ഇന്ന് ഇടിമിന്നലോടുകൂടിയ വേനൽ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ്. IPL ക്രിക്കറ്റിൽ ഇന്ന് രാജസ്ഥാൻ പഞ്ചാബിനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.